നിൽക്കുന്നത് നമ്മളെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. ഞാനിപ്പോൾ പോകുന്നത് നമ്മളെ കോട്ടയം പറയണം. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ട്രെയിൻ വന്നിട്ട് ജനശതാബ്ദിയാണ്, തിരുവനന്തപുരം പോകുന്ന ജനശതാബ്ദി. ട്രെയിൻ 9:33 ഒരു 10 മിനിറ്റ് ലേറ്റായാണ് ട്രെയിൻ കാണിക്കുന്നത്. എൻ്റെ കോച്ച് വന്നിട്ട് D7 83 കോച്ച് കാണിക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ എൻ്റെ ട്രെയിൻ 9:00 വരേണ്ടത് 9:52. തൊട്ട് ബാക്കിൽ കാണുന്ന എൻ്റെ ട്രെയിനാണ് ജനശതാബ്ദി. ഈ ട്രെയിനിലാണ് ഞാൻ കോട്ടയത്ത് പോകുന്നത്. ഓക്കെ, എനിക്ക് പോകേണ്ട ട്രെയിൻ ഏകദേശം 9:33. ഇപ്പോൾ 9:53. ട്രെയിൻ നല്ല ലേറ്റായിട്ടാണ് വന്നത്. ഇത് 10:00 കോട്ടയം എത്തേണ്ടത്. നമുക്ക് എപ്പോൾ എത്തുമെന്ന് നോക്കാം. ഇപ്പോൾ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ട്രെയിൻ കയറിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 9:59. എനിക്ക് തോന്നുന്നു 10:30 കഴിയും ട്രെയിൻ എത്താൻ. 10:15 മണി അടുപ്പിച്ചാകുമെന്ന് തോന്നുന്നു. അതുപോലെ അരമണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. വിൻഡോ സീറ്റ് ഞാൻ നോക്കിയില്ലായിരുന്നു സീറ്റ് എവിടെയാണ്. വിൻഡോ സീറ്റ് കിട്ടും, അതിന് ഞാൻ പ്രൈവറ്റ് വിൻഡോ സീറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കാണിക്കാം. ട്രെയിനിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആൾ തുടങ്ങി. ഞാൻ കോട്ടയം വരെയല്ലേ ഉള്ളൂ. ഇത് ട്രിവാൻഡ്രം പോകുന്ന ട്രെയിനാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ കോട്ടയം പുറത്തിറക്കണം. ട്രെയിനൊക്കെ ട്രെയിൻ തൊട്ടതാണ്. ഞാൻ വന്നിറങ്ങിയത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് മുന്നിലേക്ക് പോകാം. ഇവിടെ എന്തൊക്കെയോ വാക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിലെത്തി. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ, നല്ല തിരക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല തിരക്കൊന്നുമില്ല. വിശേഷിച്ച് വലിയ റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്തൊരു തൊട്ട് ബാക്കിലൊരു ഗുഡ്സ് മറ്റേ സിമെൻ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഓക്കെ, ഞാൻ ഇങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ വെളിയിൽ പോകണം. അങ്ങനെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ഭയങ്കര മഴയുടെ അല്ല, ഒരു കൈമറ്റങ്ങൾ മാറിയും. പിന്നെ നമ്മൾ ഏകദേശം മഴ പെയ്യുന്നു. ഏകദേശം ഒരു 3 മണി 3:30 കാണും. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ ഏകദേശം അത് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഹോട്ടലൊന്നും ഇല്ല പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഇനി കാണുന്നത് നമ്മൾ ഇലവില പുഞ്ചിന എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇത് അതിൽ പെട്ട ഒരു ഭാഗമാണ് ഈ കാഴ്ചകളൊക്കെ. ഇത് തന്നെയാണ് നമ്മൾ തുടരെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ മാത്രം ഇത് തന്നെയാണ്. പിന്നെ ഈ കുന്നും കാടും മലയും കോടയൊക്കെയാണ് അങ്ങോട്ട് ഇനി പോകുന്ന അങ്ങോട്ട് കാണുന്നത് അല്ല. പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകൾ എന്ന് വെച്ചാൽ വീട് അത്ര ലെങ്ത് ആക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഈ കാണുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു ഹയർപ്പിനാണ്. ഇവിടെ ഞാൻ ലൈവ് വോയിസാണ് കൊടുത്തത്. അപ്പം വോയിസ് എന്ന് വെച്ചാൽ ഈ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്ക് വോയിസ് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുത്തത്. നമ്മൾ രണ്ടുപേരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും കുറച്ച്
ഫോട്ടോസ് കൊടുത്തത്. നമ്മൾ റൂട്ട് തെറ്റിയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് മേൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് തെറ്റി. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് നമ്മൾ ആ റൂട്ടിൽ വേണം പോയിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇവിടെ നോക്കുമ്പോൾ മറ്റേ ഈ കുന്നുണ്ടല്ലോ, കുന്നിൽ പച്ച പൂവുള്ള ഇതൊക്കെ കാണാൻ അടിപൊളിയാണ്. അത്യാവശ്യം ഒരു ചെറിയ മഴയുടെ ക്ലൈമറ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഹെയർ പിന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഗോ സ്ലോ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചുതരാം. അത്യാവശ്യം നല്ല ഹെയർ പിന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മറ്റേ വലിയ കുന്നും ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാട് വണ്ടികളും അതും ഇതൊക്കെ കാണുന്നു. പിന്നെ ഇതൊരു വണ്ടിയൊക്കെ കുറവാണ്. മറ്റേ ബസ്സൊന്നും കണ്ടില്ല. പിന്നെ ഇങ്ങോട്ട് ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് എന്തോ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കണം. നമുക്ക് എന്താ നോക്കിയിട്ട് വരാം. അത്യാവശ്യം നല്ലൊരു കാഴ്ചയിലൂടെ ഇറങ്ങിപ്പോവാൻ. അപ്പം നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടപ്പം നോക്കി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതൊക്കെ. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോഴത്തേക്കാണ് നല്ല അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതെവിടെ നിന്നോ ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മളൊരു ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ അടിപൊളിയാണ്. ഈ സ്ഥലത്തൊക്കെ ഞാൻ വരുന്ന ഫസ്റ്റ് ടൈമായിട്ടാണ്. ഓക്കെ, ഇവിടെ എപ്പോഴാണ് ക്ലൈമറ്റ് നല്ലത്? സീസൺ എപ്പോഴാണ്? നല്ല കോടാണ് അല്ലേ? ഇത് ഈ തടാകത്തിന്റെ അവിടെ വരെ പോകുന്നുണ്ട്. ജീപ്പേ പോകുള്ളൂ. ഏതാണ് മറ്റേ സാധാ കാറുകൾ? എല്ലാ വണ്ടികളും പോകണം. കാറ് ബൈക്ക് പോവല്ലേ? ബൈക്ക് പോകുന്ന കൊണ്ടുപോകുന്നവരുണ്ട്. ഓഫ് റോഡാണ്. ഓഫ് റോഡാണ്. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ഇങ്ങോട്ട് അവർ പറഞ്ഞത് ബൈക്ക് പോവും, അത് പക്ഷെ പാടാണ്. കുറച്ചുകൂടെ എളുപ്പം നമുക്ക് കംഫർട്ട് നമ്മൾ ജീപ്പിലാണ് കയറിയത്. നമ്മൾ ജീപ്പിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുലുക്കമുണ്ട്. ഓക്കെ, നമ്മളൊരു നിരപ്പായ റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു തടാകം കാണാൻ പറ്റും. അതാണ് തടാകം. ഇതാണ് നമ്മൾ പറഞ്ഞ തടാകം. ഇതിനകത്ത് മീനോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലേ? വെള്ളം കുടിക്കാൻ എടുക്കുമല്ലേ? ഇതാണ് നമ്മുടെ താഴത്തുള്ള വീടുകളിലേക്കുള്ള കുടിവെള്ളം. നല്ല വെള്ളം ഉണ്ടല്ലേ? ഇത് നിറയോ അതോ മിനിമം ഇത്രയേ ഉള്ളോ? അത്ര വരെയല്ലേ? നിങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നവരാണോ? എന്റെ വീട് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ പോകും. ഇപ്പം നമ്മള് വന്നത് ബൈക്കിലാണ് വന്നത്. എവിടെന്നാ വരുന്നത്? നമ്മള് കൊല്ലം. ഇപ്പം കൊല്ലത്തുനിന്നെങ്കിൽ കോട്ടയം അവിടെ കൊല്ലം വന്നിട്ട് പാലാ വരിക. പാലാ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട വന്നിട്ട് അവിടെ നേരെ മേലിയാമറ്റം എന്ന് പറഞ്ഞ സ്ഥലം വരിക. മേലിയാമറ്റം കഴിഞ്ഞ് ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ കാഞ്ഞിരങ്കാവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ റൈറ്റ് എടുക്കുമ്പം അടുത്തൊരു മേലിയാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ലെഫ്റ്റ് എടുക്കുക. അപ്പോഴാണ് ഇതിലെ വരുന്ന ഇരുപഴ മെയിൻ നല്ല വഴിയുണ്ട്. ആ വഴി വരാം. പിന്നെ അല്ലേ തൃശ്ശൂർ കോഴിക്കോട് ആ സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ അങ്കമാലി, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, തൊടുപുഴ ഇതിലെ വന്നിട്ട് മുട്ടം വരിക. മുട്ടം വന്നിട്ട് ഈരാറ്റുപേട്ട റൂട്ടിൽ വന്നിട്ട് കാഞ്ഞിരങ്കാവല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമുക്ക് ബസ് കിട്ടുമോ? കാഞ്ഞിരങ്കാവല ബസ് കുറവാണല്ലേ? റെയറാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സൊന്നും ഇങ്ങോട്ട് വണ്ടിയില്ല. ആകെ താഴത്തെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, മീലാവെന്ന് പറഞ്ഞത്. നമ്മൾ അടുത്തത് എങ്ങോട്ടാ പോകുന്ന? മുനിയറ കേവിലേക്ക്. ഓക്കെ, നമ്മൾ പോകുന്നത് മുനിയറ ഗുഹയിലേക്കുള്ള വഴിയാണ് പോകുന്നത്. മുനിയറ ഗുഹ രണ്ടുണ്ട്. വ്യൂ പോയിന്റും ഉണ്ടോ? രണ്ടും അടുത്തടുത്ത് തന്നെ അല്ലേ? ഐഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം വീഡിയോ ഷേക്കാകുമെന്ന് അറിയില്ല. എന്നുവെച്ചാൽ ജീപ്പ് കയറി പോകുന്ന ഈ ട്രക്കിങ് എന്നുവെച്ചാൽ ഈ പാറയുടെ മണ്ടയ്ക്കളെയും കൊച്ചു പാറകളെ കല്ല് അതിൻ്റെ മണ്ടയ്ക്കളെയൊക്കെയാണ് കയറി പോകുന്നത്. അപ്പം നല്ല രീതിയിൽ എങ്ങനെ പോയാലും വീഡിയോ ഷേക്കാവാൻ ചാൻസ് കൂടുതൽ. ഞാൻ മാക്സിമം എടുക്കേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം പിടിച്ചിരിക്കുക. ഈ ജീപ്പിലൊക്കെ പോകുന്നവർ ഫോണൊക്കെ ആയാലും പോകുന്നവർ നല്ലോണം പിടിച്ചിരിക്കുക. എന്നുവെച്ചാൽ കയ്യിൽ നിന്നൊക്കെ ഫോണൊക്കെ തെറിച്ച് പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഈ വെള്ളത്തിൽ കൂടെയാണ് നമ്മളെ ജീപ്പ് ഇപ്പം ഇറങ്ങി വന്നത്. ഇപ്പം നമ്മളിവിടെ നിന്ന് നേരെ മുകളിലേക്കാണ് പോകുന്നത്.
അത്രയ്ക്ക് പക്ഷെ അത്യാവശ്യം നല്ല കുലുക്കമുണ്ട് കേട്ടോ. ട്രക്കിങ്, ഞാൻ ഈ ട്രക്കിങ് പോയത് നമ്മളെ മൂകാംബിക നല്ല കുടയാത്തിരി പോയപ്പോഴത്തെ ജീപ്പിൽ ഇതേ ഫീലായിരുന്നു. അത് എന്നെക്കാട്ടിയും കുറച്ച് നമുക്ക് ഈ നടന്നു പറയുകയാണെങ്കിൽ നമ്മൾ സമയം ലാഭം നമുക്ക് എന്നുവെച്ചാൽ തോന്നെ ടൈം എടുക്കും. 4 സ്ഥലങ്ങളും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ജീപ്പ് എടുത്താൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പെട്ടെന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ നടന്നു വരുമ്പോൾ പിന്നെ ബൈക്കൊന്നും കയറി വരത്തില്ല, വീഴും, ഇനിയോരെ വരത്തില്ല. ഫുള്ള് ഇവിടെ മറ്റേ ഈ പാറയും പാറക്ഷങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് പോകേണ്ടത്, ഗുഹയ്ക്ക്. എന്തുകൊണ്ടും നമ്മൾ കൂടെ കാണിച്ചു തരാമെന്ന പുള്ളി നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു നല്ല ഇറക്കമുള്ളൊരു കുഴിയാണ്, സൂക്ഷിച്ചിറങ്ങുക. അങ്ങനെ ചെറിയൊരു വെളിച്ചം കുറവുണ്ട്. നമ്മൾ മഴയുടെ ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം. കുറേ 3-4 പേര് കണക്ക് പുറത്ത് നമ്മൾ തൊട്ട് മുന്നിൽ പോകുന്നുണ്ട്. അനന്തം തൊട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇച്ചിരി ദൂരം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഗുഹയിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും നല്ല മുളയും അത്യാവശ്യം നല്ല ഒരു എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പം മഴയുടെ ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കാം. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഇരുട്ടായതുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെ മൊത്തം മുളങ്കാട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു ഗുഹയിലേക്കാണ് കയറാൻ വന്നത്. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ലൊരു ഇരുട്ട് മൂടിയ ഒരു പ്രദേശം പോലെ കാണുന്നുണ്ട്. മഴയുടെ ക്ലൈമറ്റ്, മഴയും കൂടെ പെയ്ത അടിപൊളിയായിരിക്കും. നമ്മൾ ഈ ഗുഹ വഴിയാണ് ഇറങ്ങുന്നത്. പക്ഷേ തിന്നോന്ന് അറിയാൻ വയ്യ. അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഗുഹയാണ്. നമ്മൾ ഇതുവഴിയാ പോകുന്നത്. വെട്ടം ഉണ്ടോന്ന് അറിയാൻ വയ്യ, കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഒരുപാടില്ല, വെള്ളമുണ്ട് ഇതുവഴി. അപ്പം ഇതുവഴി വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഇത് ഈ ഗുഹയ്ക്കൂടെ വേണം പോകാനായിട്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നു. നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഫുള്ള് ഇരുട്ടെന്ന് വെച്ചാൽ നല്ല ഇരുട്ടാണ്. അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ. ഇത്രയാണ് അതോട്ട് അല്ല ഉണ്ടോ? അതോ വെള്ളം ഒഴുകിയിട്ട് ഇത്ര ഉള്ളു. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങുന്നവരൊക്കെ ദയവ് ചെയ്ത് പാൻറ്റൊക്കെ നല്ലോണം പൊക്കി വയ്ക്കും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസാണ്. പക്ഷെ അതിനകത്ത് വെട്ടമില്ല കേട്ടോ. ടോർച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷെ നല്ല ഇരുട്ടുണ്ട് കേട്ടോ, കൊള്ളാം. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറങ്ങിപ്പോയ സ്ഥലം അടിപൊളിയാണ്. പക്ഷേ നമ്മളൊരു ഗുഹയ്ക്കകത്തൂടെ കയറിപ്പോണം. ഫുള്ള് വേണം, അതിനകത്ത് ലൈറ്റൊന്നുമില്ല. ചെരുപ്പ് ഇട്ടിട്ട് കയറിപ്പോൻ. ഞാൻ പാൻറ്റ് പൊക്കി വെച്ചോണം. നല്ല വെള്ളമുണ്ട്, നമ്മളെ മുട്ടിൻ്റെ അവിടെ വരെ വെള്ളമുണ്ട്. നല്ല വെള്ളത്തിന് തണുപ്പുണ്ട്. അതൊരു ചെറിയൊരു ഗുഹയാണ്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് വേണം ഇറങ്ങിപ്പോവാൻ പറഞ്ഞ്. പക്ഷേ ഇത് കാണുമ്പം ഈ വീഡിയോ കൂടെ കാണാനെക്കാട്ടി നേരിട്ട് കാണുന്ന അടിപൊളിയാണ്. പക്ഷെ കൊള്ളാം. ഫുള്ള് മറ്റേ കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം വന്നിട്ട് 3:32 മലങ്കര അല്ലേ? മലങ്കര ഡാം. നമ്മള് മറ്റേ റോസ് മല കണക്കിരിക്കുന്നില്ല. പക്ഷെ റോസ് മല കണക്കിരിക്കുന്നില്ല നമ്മളവിടെ പോയത്. ഓ കട്ടപ്പന ഹൃതിക് റോഷൻ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗമാണത്. എൻ്റെ ഇടുക്കിയുടെ തൊട്ടടുത്താണോ ഈ ഭാഗത്താണോ? ഓ, ഇതിനപ്പുറത്തെ ഭാഗത്ത് ഇടുക്കിയാണ്. വഴിയാണ് നമ്മൾ കയറിപ്പോയത്.
ഇപ്പം നമ്മൾ ജീപ്പ് രണ്ട് ജീപ്പാണ് നമ്മളെ കൂടെ വന്നവരെല്ലാം എൻ്റെ മണ്ടയിൽ നിൽപ്പുണ്ട്. അപ്പം ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് ജീപ്പ് ഏകദേശം ഇങ്ങനെ മുകളിൽ വരെ കയറി വരത്തില്ല. ജീപ്പ് ഏകദേശം താഴെ ഒരു ഇട്ടാക്കാം. അവിടെ നമ്മൾ പിന്നെ കയറി വന്നിച്ച് നടക്കാനുണ്ട്. ചില ഞാൻ ഓടിയാണ് കയറി. നമുക്ക് മഴ വരുന്നുമ്പേ എല്ലാം വീഡിയോ എടുക്കണം, അങ്ങനെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ മുകളിൽ കയറി വന്നു. ഇവിടെയാണ് മറ്റേ നമ്മളെ സൗബിൻ്റെ ഏതോ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ഭാഗം ഇവിടെയാണ്. അത് നമുക്ക് കാണാം. അവിടെ മറ്റേ ഒരു റേഡിയോ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഏത് സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അത് ഇവിടെയാണ് സൗബിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത ഭാഗം. ഇത് നമ്മൾ നേരത്തെ പോയില്ലേ മറ്റേ ഒരു കുളത്തിൻ്റെ അവിടെ, ആ ഒരു ഭാഗമാണ് ആ കാണുന്നത്. പിന്നെ നമുക്ക് ഞാൻ താഴെ നിന്ന് നല്ല രീതിയിൽ ഓടിയാണ് കയറിയെന്ന് വെച്ചാൽ ഒറ്റ ലക്ഷ്യങ്ങളായിരുന്നു വീഡിയോ എങ്ങനെയും എടുക്കണം. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അത്യാവശ്യം നല്ല കോടയുണ്ട്, തണുത്ത കാറ്റ്, പിന്നെ കാറ്റും കൂടെ ആയതുകൊണ്ട് വീഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ അത്രയും തിരക്കൊന്നുമില്ല. നമ്മൾ 5-6 പേരേ ഉള്ളൂ. അപ്പം അവിടെ വെച്ച് നമുക്ക് പരിചയപ്പെട്ടതാണെന്ന് വെച്ചാൽ അവർ വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ നല്ല കട്ട കമ്പനിയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ റീൽസും വീഡിയോസും എല്ലാം എടുത്തു. പിന്നെ ഭയങ്കര കാറ്റായതുകൊണ്ട് വീട്ടിലൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങോട്ട് ഈ ബൈക്കുകളൊന്നും കയറി വരത്തില്ല. പിന്നെ ജീപ്പൊന്നും എടുക്കാത്തവർക്ക് നടക്കാനാണെങ്കിൽ തോനെയുണ്ട്. പിന്നെ ജീപ്പ് എടുക്കാനാണ് നല്ല ഏറ്റവും നമുക്ക് പെട്ടെന്ന് എത്തിയിട്ട് കണ്ട് തിരിച്ച് പോവാം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും പറയില്ല. ഇവിടെയൊക്കെ ഞാൻ ലൈവ് വോയിസ് കൊടുത്തു, പിന്നെ അത് ആക്കിയതാണ്. ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇലവില പുഞ്ചിറ. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് தெரிയുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എല്ലാവർക്കും സജസ്റ്റ് ചെയ്യോ? എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മള് പറയേണ്ട ആവശ്യം കാണിക്കണം. നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ഒട്ടും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ് വേറെ സ്ഥലം. കണ്ട് മഞ്ഞ് പറക്കുന്നതാണ്. സൗബിൻ്റെ ആ സിനിമ ഷൂട്ട് ചെയ്ത് അതെ ആ ഒരു KCBയുടെ ഓഫീസില്ലേ, അതേ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് സൗബിൻ്റെ ആ സിനിമയിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതാണ് എവിടെ കണ്ടാണൊക്കെ തോന്നി. എന്ന് വെച്ചാൽ ഇതൊന്നും കൊള്ളാൻ കേട്ടാ. പക്ഷെ മഴയൊന്നും ഇല്ലാത്തതിന് കുഴപ്പമില്ല. ഈ ക്ലൈമറ്റ് കൊള്ളായിരുന്നു. ചിക്കടെ വെയിലുണ്ടായിരുന്നു, നമുക്ക് ചിക്കടെ നല്ലോണം കിട്ടിയാൽ.